ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ സ്ക്വയർ പിരമിഡൽ കോംപ്ലക്സ്. സ്ക്വയർ പിരമിഡൽ കോംപ്ലക്സുകളിൽ ഡി ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കേ, നമ്മളിപ്പോൾ ഒരു സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് കൺസിഡർ ചെയ്യുകയാണ്. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും? സെന്ററിൽ ഒരു മെറ്റലിന് ചുറ്റും ഇങ്ങനെ 5 ലിഗാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു സ്ക്വയർ പിരമിഡൽ സ്ട്രക്ചർ. അപ്പൊ ഈ സ്ക്വയർ പിരമിഡൽ കോംപ്ലക്സിനകത്ത് ലിഗാൻസ് അപ്രോച്ച് ചെയ്യുമ്പോൾ ലിഗാൻസിന്റെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാ, ഡി ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കേ, ഇത് കറസ്പോണ്ടിങ് ആക്സിസുകളെ നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഇത് ഇസഡ് ആക്സിസ്, അടുത്ത എക്സ് ഓർബിറ്റല്, അടുത്ത ഇത് ഈ ഡയറക്ഷനിൽ വൈ ഓർബിറ്റൽ. ഇതാണ് ഓർബിറ്റൽസ്. അപ്പൊ ഇനി ഗ്രീൻ വെച്ചിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ 5 ലിഗാൻസിന്റെ പൊസിഷൻസ്. റെഡ് വെച്ചിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ആക്സിസുകൾ ഏതൊക്കെയാണെന്ന്. ഇസഡ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് ആക്സിസ്. ഇനി നമ്മൾ ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിംഗ് പറയുമ്പോൾ അപ്പൊ ഇനിഷ്യലി ഡീജനറേറ്റഡ് ആയിട്ടിരുന്ന 5 ഡി ഓർബിറ്റൽസ് ആണ്. ഇപ്പൊ ലിഗാൻസ് അപ്രോച്ച് ചെയ്യുവാണ്. ലിഗാൻസ് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേനും നോക്കേ, ഇവിടെ നമുക്ക് 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി ഇസഡ് സ്ക്വയർ, ഡി എക്സ് വൈ, ഡി വൈ ഇസഡ്, ഡി എക്സ് ഇസഡ്. 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ ഒന്ന് നോക്കേ, ഇവിടെ ലിഗാൻസ് എല്ലാം എലോങ് ദി ആക്സിസിൽ തന്നെയാണ് ഈ 5 ലിഗാൻസും കിടക്കുന്നത് അല്ലേ? വേണ്ട, ഈ ലിഗാൻഡ് നോക്ക്, ഇത് രണ്ടും എക്സ് ആക്സിസിലാണ്. എക്സ് ആക്സിസിലൂടെയാണ് ഈ ലിഗാൻസ് കിടക്കുന്നത്. ഈ 2 ലിഗാൻസും വൈ ആക്സിസിലൂടെയാണ് കിടക്കുന്നത്. ഈ ലിഗാൻസ് ഇസഡ് ആക്സിസിലൂടെയാണ് കിടക്കുന്നത്. അപ്പം ഈ 5 ഡി ഓർബിറ്റൽസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏത് ഡി ഓർബിറ്റലിനായിരിക്കും കൂടുതൽ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഓക്കെ, എലോങ് ദി എക്സ് ആക്സിസിൽ 2 ഓർബിറ്റൽസ് ഉണ്ട്. എലോങ് ദി എക്സ് ആക്സിസിൽ 2 ലിഗാൻസ് ഉണ്ട്. എലോങ് ദി വൈ ആക്സിസിലും 2 ലിഗാൻസ് ഉണ്ട്. സോ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനകത്തുള്ള ലോബ്സ് എങ്ങനെയാണ് കിടക്കുന്നത്? എക്സ് ആക്സിസിലൂടെയും വൈ ആക്സിസിലൂടെയും അല്ലേ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനകത്തുള്ള ലോബുകൾ കിടക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേന് എക്സ് ആക്സിസിൽ 2 ലിഗാൻസ് ഉണ്ട്, വൈ ആക്സിസിലും 2 ലിഗാൻസ് ഉണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ വരാൻ സാധ്യതയുള്ളത് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനാണ്. ഇപ്പൊ റീസൺ മനസ്സിലായാലോ? 2 ഓർബിറ്റൽസ് എലോങ് ദി എക്സ് ആക്സിസിലും ഉണ്ട്, 2 ഓർബിറ്റൽസ് എലോങ് ദി വൈ ആക്സിസിലും ഉണ്ട്. സോ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനകത്ത് ആ ലോബുകൾ, ഡി ഓർബിറ്റൽസിന്റെ ലോബുകൾ എക്സ് ആക്സിസിലൂടെയും വൈ ആക്സിസിലൂടെയാണ് കിടക്കുന്നത്. സോ അവർക്ക് ലിഗാൻസുമായിട്ട് ചേർന്ന് റിപ്പൾഷനുള്ള ടെൻഡൻസി നല്ല കൂടുതലായിരിക്കും. സോ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഏറ്റവും എനർജി കൂടുതലുള്ളവരായിരിക്കും ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്. ഇനി ബാക്കിയുള്ളവരെ, അപ്പൊ ഇയാളുടെ സ്പ്ലിറ്റിങ് കഴിഞ്ഞു. ഇനി ബാക്കി 4 പേരെ കമ്പയർ ചെയ്യുവാണ്. ഇനി നോക്കേ, ഇനി 4 ലിഗാൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ ലിഗാൻഡ്, ഈ ലിഗാൻഡ്, ഈ ലിഗാൻഡ്, ഈ ലിഗാൻഡ്, ഇത് എല്ലാ എക്സ് വൈ ആക്സിസുകളുടെ എലോങ്ങിലായതുകൊണ്ടാണ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് കൂടുതൽ റിപ്പൾഷൻ എക്സ്പീരിയൻസ്. ഇനി ഒരു ലിഗാൻഡ് ഉണ്ട്, അത് ഏതിലാണ് കിടക്കുന്നത്? ഇസഡ് ആക്സിസിൽ. പക്ഷെ ഒരു ഇസഡ് ആക്സിസിലേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ കാട്ടി കുറച്ച് എനർജി കുറവായിരിക്കും. ഇത് 2 എക്സിലും 2 വൈയിലും ഉണ്ടായതുകൊണ്ട് നല്ല റിപ്പൾഷൻ. ഇവിടെ ആകെ ഒരു ഇസഡ് ആക്സിസിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലിഗാൻഡ് കിടപ്പുണ്ട്. സോ അടുത്ത റിപ്പൾഷൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡി ഇസഡ് സ്ക്വയറിനായിരിക്കും. സോ അടുത്തത് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേന് പിന്നെ എനർജി വരുന്നത് ഡി ഇസഡ് സ്ക്വയർ ഓർബിറ്റൽസിനായിരിക്കും. ഇനി 3 പേരുണ്ട്, ഡി എക്സ് വൈ ഉണ്ട്, വൈ ഇസഡ് ഉണ്ട്, ഡി എക്സ് ഇസഡ് ഉണ്ട്. ഇനി ഇവർ 3 പേരിലും ഇനി കൂടുതൽ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആർക്കായിരിക്കും? ഓക്കെ, ഇതിൽ കൂടുതൽ ലിഗാൻസ് 1, 2, 3, 4 ലിഗാൻസ് എക്സ് വൈ ആക്സിസുകളിലാണ് കിടക്കുന്നത് അല്ലേ? അപ്പൊ ഈ ഡി ഓർബിറ്റുകൾസുകളിൽ എക്സ് വൈ പ്ലെയിനിൽ ഉള്ള ആൾക്കായിരിക്കണം ഇവിടുന്ന് റിപ്പൾഷൻ കുറച്ച് കൂടുതൽ. ഈ വൈ സെഡിനെ എക്സ് സെഡിനെ കമ്പയർ ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസ് എക്സ് വൈക്ക് ആയിരിക്കും. കാരണം ഇവിടെ കൂടുതൽ ലിഗാൻസും കിടക്കുന്ന എക്സ് ആക്സിസിലും വൈ ആക്സിസിലും. 4 ലിഗാൻസ് കിടപ്പുണ്ട് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ആയിട്ട്. പക്ഷെ ഇസഡിൽ ഒരാളെ ഉള്ള ആകെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 3 പേരിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇവർ 3 പേരിലും കൂടുതൽ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസ് ഡി എക്സ് വൈക്കാണ്. സോ അടുത്ത റിപ്പൾഷൻ കൂടുതൽ ഡി
എക്സ് വൈക്ക് ആയിരിക്കും. ഇനി അത് കഴിഞ്ഞ് ഫൈനലി ഡി വൈ സെഡ് ഡി എക്സ് സെഡ് അവർ രണ്ടും ഡീജനറേറ്റ് ആണ്, സെയിം എനർജിയാണ്. ഡി എക്സ് സെഡ് ഡി വൈ സെഡ്. അപ്പോൾ ഒന്നും കൂടെ പറയാം എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് നടന്നതെന്നുള്ളത്. സ്ക്വയർ പിരമിഡൽ ആണ് നമ്മൾ പറയുന്ന സ്ട്രക്ചർ. സ്ക്വയർ പിരമിഡൽ ആകുമ്പോൾ നമുക്ക് സ്ട്രക്ചർ ഇങ്ങനെ ഒരു മെറ്റല് 4 ലിഗാൻസ് 5 ലിഗാൻസ് ഇങ്ങനെ ഒക്കുപൈ ചെയ്യും. അപ്പം നമ്മൾ ലിഗാൻസ് ആക്സിസ് വരയ്ക്കുമ്പോഴത്തേന് ഇത് എക്സ് ഇസഡ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് ആക്സിസ്. നമ്മൾ നോക്കിയപ്പോഴത്തേന് എക്സ് ആക്സിസിലൂടെ 2 ലിഗാൻസ് ഉണ്ട്, വൈ ആക്സിസിലൂടെ 2 ലിഗാൻസ് ഉണ്ട്, ഇസഡ് ആക്സിസിലൂടെ 2 ലിഗാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ കൂടുതൽ ലിഗാൻസും എക്സ് ആക്സിസിലൂടെയും വൈ ആക്സിസിലൂടെയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 4 ഡി ഓർബിറ്റൽസിൽ റിപ്പൽഷൻ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. കാരണം ഇയാളുടെയും ലോബ്സ് എവിടെയാണ് കിടക്കുന്നത്? എക്സ് ആക്സിസിലും വൈ ആക്സിസിലൂടെയാണ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ ലോബുകൾ കിടക്കുന്നത്. സോ കൂടുതൽ റിപ്പൽഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അതുവഴി കൂടുതൽ എനർജി കിട്ടുന്നതും ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കി ബാക്കി 4 പേരിൽ ആർക്കാണ്. അപ്പൊ നോക്കിയപ്പോ ഡി ഇസഡ് സ്ക്വയറിൽ ഒരു ലിഗാൻഡ് കിടപ്പുണ്ട്. സോ ഇയാള് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ റിപ്പൽഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡി ഇസഡ് സ്ക്വയർ ആണ്. കാരണം ഡി ഇസഡ് സ്ക്വയറിന്റെ ലോബ് അലോങ് ദി ഇസഡ് ആക്സിസിലൂടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു ഇസഡ് ആക്സിസിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ലിഗാൻഡും ഉണ്ട്. സോ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൽഷൻ കൂടുതലായിരിക്കും, അതുകൊണ്ട് എനർജി കൂടുതലായിരിക്കും. സോ രണ്ടാമത് വരുന്നത് ഡി ഇസഡ് സ്ക്വയർ. ഇനി ബാക്കി 3 പേരെ നമ്മൾ കമ്പയർ ചെയ്തപ്പോഴത്തേന് എക്സ് വൈ, വൈ സെഡ്, എക്സ് സെഡ്. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിനുകളിലാണ് കിടക്കുന്നത്. ഇവിടെ കൂടുതൽ ലിഗാൻസും എക്സ് വൈ പ്ലെയിനിലായതുകൊണ്ട് തന്നെ എക്സ് വൈ ഡി എക്സ് വൈക്ക് ആയിരിക്കും ഇവിടെ ബാക്കി 2 വൈ സെഡ് എക്സ് സെഡിനെ കമ്പയർ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ റിപ്പൽഷൻ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസ്. സോ അടുത്തത് വരുന്നത് എഴുതുമ്പോൾ തിരിഞ്ഞു പോയതാണ്, ഡി എക്സ് വൈ ആണ്. എഴുതിയപ്പോൾ തിരിഞ്ഞതാണ്, ഡി എക്സ് വൈക്കാണ്. പിന്നെ ഏറ്റവും ഫൈനലി എനർജി ഏറ്റവും കുറവുള്ളത് ഡി വൈ സെഡ് ഡി എക്സ് സെഡ്. അവർക്കാണ് ഏറ്റവും എനർജി ലീസ്റ്റ് ആയിട്ട് വരുന്നത്. റിപ്പൽഷൻ വെച്ചിട്ടാണ് നമ്മൾ എനർജി വൈസ് വരെ സ്പ്ലിറ്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു സ്ക്വയർ പിരമിഡലിന്റെ കേസിൽ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനാണ് ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ, ഏറ്റവും കൂടുതൽ എനർജി. അത് കഴിഞ്ഞിട്ട് എക്സ് വൈ ഈ ഫിഗറിനുള്ള ഒരു അടയാളപ്പെടുത്തിയപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇവിടെയാണ് ഡി ഇസഡ് സ്ക്വയർ, ഇവിടെയാണ് ഡി എക്സ് വൈ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡി സെഡ് സ്ക്വയർ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഡി എക്സ് വൈ, ഏറ്റവും കുറവ് ഡി എക്സ് സെഡ് വൈ സെഡ്. ഇങ്ങനെയാണ് സ്ക്വയർ പിരമിഡലിന്റെ കേസിൽ സ്പ്ലിറ്റിംഗ് നടക്കാം. ഇനി നമുക്ക് മെയിൻ പോയിന്റ്സ് ഒന്ന് പറയാം. Here 4 ligands are present in the XY plane and only 1 ligand present in the Z axis. നമ്മൾ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ 4 ലിഗാൻസും എക്സ് വൈ പ്ലെയിനിലാണ്, എക്സ് വൈ പ്ലെയിനിലാണ്. ഒരു ലിഗാൻഡ് ഇസഡ് എക്സ് വൈ ആക്സിസിലാണ്, ഒരു ലിഗാൻഡ് ഇസഡ് ആക്സിസിലുമാണ്. അതാണ് ഇതിൽ പറയുന്നത്. രണ്ടാമത്തെ നമുക്ക് ഇലക്ട്രോൺ ഇൻ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഓർബിറ്റൽ എക്സ്പീരിയൻസ് മോർ റിപ്പൽഷൻ. ഇറ്റ് കോസസ് ദ ഇൻക്രീസ് ഇൻ എനർജി. അപ്പൊ എക്സ് സ്ക്വയറിലും വൈ സ്ക്വയറിലും ആയിട്ട് 4 ലിഗാൻഡ് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനായിരിക്കും ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന. റിപ്പൽഷൻ ഏറ്റവും കൂടിയതുകൊണ്ട് തന്നെ അവരുടെ എനർജി ആയിരിക്കും ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ സ്പ്ലിറ്റിംഗ് വരച്ചപ്പം ഏറ്റവും മുകളിൽ പോയത് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഏറ്റവും മുകളിൽ പോയത്. അടുത്ത പോയിന്റ് നോക്ക്. ദാറ്റ് ഈസ് ഓൺലി 1 ലിഗാൻഡ് പ്രസന്റ് ഇൻ ഇസഡ് ആക്സിസ്. ഇസഡ് ആക്സിസിൽ നോക്കിയപ്പോഴത്തേന് ഒരു ലിഗാൻഡേ ഉള്ളൂ അല്ലേ. സ്ട്രക്ചർ വരച്ചപ്പോഴത്തേന് ഒരു ലിഗാൻഡ് അല്ലേ ഉള്ളൂ ഇസഡ് ആക്സിസിൽ. അപ്പം സോ ദ ഇലക്ട്രോൺ ഇൻ ഡി എക്സ് ഇസഡ് ആൻഡ് വൈ ഇസഡ് എക്സ്പീരിയൻസ് ലെസർ റിപ്പൽഷൻ ആൻഡ് ഹാവ് മച്ച് ലോവർ എനർജി. അതുകൊണ്ട് തന്നെ ഇസഡ് ആക്സിസിൽ നല്ല റിപ്പൽഷൻ, ഒരു ലിഗാൻഡേ ഉള്ളൂ, റിപ്പൽഷൻ കുറവായിരിക്കും. അതുകൊണ്ട് എക്സ് ഇസഡിൽ വൈ ഇസഡിലുള്ള ഓർബിറ്റൽസിന്റെ എനർജി ഏറ്റവും കുറഞ്ഞു പോയി. അടുത്ത പോയിന്റ്, ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് 1 ലിഗാൻഡ് അലോങ് ഇസഡ് ആക്സിസ് orbitals present in d z square experience repulsion and require an increase in energy but smaller than x square minus y square. ഇനി ഈ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ പോയിന്റ് പറയേണ്ടത് കേട്ടോ. അപ്പൊ ഈ പോയിന്റ് ആണ്, ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഈ പോയിന്റ് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഡി സെഡ് സ്ക്വയർ എടുത്തപ്പോഴത്തേന് ഒരു ലിഗാൻഡേ ഉള്ളൂ. എക്സിലും വൈയിലും 2 ലിഗാൻഡ് ഉണ്ടായതുകൊണ്ടാണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ എക്സ്പീരിയൻസ് ചെയ്തത്. ഇവിടെ ഒരു ലിഗാൻഡ് ഉണ്ടായതുകൊണ്ടാണ് ഇതിനെക്കാട്ടി കുറച്ച് എനർജി കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ കുറച്ച് റിപ്പൽഷൻ കുറഞ്ഞു പോയത് ഡി സെഡ് സ്ക്വയർ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന്റെ കാര്യം പറയുന്നത്. എക്സ് സെഡിനും വൈ സെഡിനും എന്താ ഒരു ലിഗാൻഡേ ഉള്ളൂ ഇസഡ് ആക്സിസിൽ. സോ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൽഷൻ കുറവാണ്. അതുകൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും ഏറ്റവും കുറഞ്ഞു പോയത് എനർജി. ഇനി എക്സ് വൈയുടെ റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇസഡ് സ്ക്വയറിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൽഷന്റെയും എക്സ് ഇസഡ് വൈ സെഡിന് ഏറ്റവും കുറവാണ്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു ഇടയിലായിട്ടാണ് എക്സ് വൈക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൽഷൻ അല്ലെ. ഇസഡ് സ്ക്വയറിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൽഷന്റെ എക്സ് ഇസഡ് വൈ സെഡിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൽഷന്റെ ഇടയിലായിട്ടാണ് എക്സ് വൈക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൽഷൻ. അപ്പം ഫിഗറിൽ ഈ ചേഞ്ച് വരുത്തിക്കോണേ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇത് ഇസഡ് സ്ക്വയർ, ഇത് എക്സ് വൈ, ദെൻ എക്സ് ഇസഡ് വൈ സെഡ്. ഇതാണ് സ്പ്ലിറ്റിംഗ് ഓഫ് സ്ക്വയർ പിരമിഡൽ കോംപ്ലക്സ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഉള്ളൂ ഇവിടെ ഓർത്ത് വെക്കാനായിട്ട്.
ഇവിടെ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സ്ട്രക്ചർ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് കാണാതെ ഇങ്ങനെ ഈ ഓർഡറിലാണ് എന്നൊന്നും കാണാതെ പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല. സ്ട്രക്ചർ അറിയുക, ജസ്റ്റ് അത് വെച്ചിട്ട് നോക്കിയിട്ട് പറയാം ഇതിനായിരിക്കും കൂടുതൽ റിപ്പൽഷൻ ഉള്ള ചാൻസ് കൂടുതൽ, ഇതിനായിരിക്കും കുറവുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ സ്പ്ലിറ്റിങ്ങിന്റെ ആ ഒരു പോർഷൻ കഴിഞ്ഞു. നമ്മളിപ്പം പല ടൈപ്പ് ഓഫ് സിസ്റ്റത്തിന്റെ കേസിലുള്ള സ്പ്ലിറ്റിംഗ് പറഞ്ഞു അല്ലേ. 6 സിസ്റ്റത്തിന് പറഞ്ഞു. ഒന്നാമത് ഒക്ടാഹെഡ്രലിന്റെ കേസിലെ സ്പ്ലിറ്റിംഗ് പറഞ്ഞു, ദെൻ ടെട്രാഹെഡ്രലിന്റെ കേസിലെ സ്പ്ലിറ്റിംഗ് പറഞ്ഞു, അത് കഴിഞ്ഞ് ടെട്രാഗണലിന്റെ കേസിലെ സ്പ്ലിറ്റിംഗ് പറഞ്ഞു, ദെൻ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളുടെ സ്പ്ലിറ്റിംഗ്, അത് കഴിഞ്ഞിട്ട് ട്രൈഗണൽ ബൈപിരമിഡലിന്റെ കേസിലുള്ള സ്പ്ലിറ്റിംഗ്, ഫൈനലി സ്ക്വയർ പിരമിഡലിന്റെ കേസിലുള്ള സ്പ്ലിറ്റിംഗ്. അപ്പൊ 6 ഡിഫറെന്റ് കോംപ്ലക്സസിന്റെ കേസിൽ വരുന്ന ദി ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിംഗ് വന്നു. അപ്പൊ ഒന്നും കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് കണ്ടീഷൻസ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. എല്ലാ കേസിലും എങ്ങനെയൊക്കെയാണ് ലിഗാൻഡ്സ് അപ്രോച്ച് ചെയ്യുന്നത്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അത് വെച്ചിട്ട് റിപ്പൾഷൻ ഉള്ള ചാൻസ് എവിടെയായിരിക്കും കൂടുതൽ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഓർത്തെടുക്കാൻ നോക്കിയാൽ മതി സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ്. അപ്പൊ ഈ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് ആയി.